ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആര്യ ഹിയർ. അപ്പോൾ ഞാൻ ന്യൂ ഇയർ ആയിട്ട് പുതിയ വീഡിയോസൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. 2026 പുതിയ വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് കിട്ടിയാലേ നമുക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള കണ്ടൻറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 ഫസ്റ്റ് തുടക്കം തന്നെ നമുക്ക് തെയ്യങ്ങളിലൂടെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ണൂർക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണല്ലോ തെയ്യങ്ങളുടെ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ തെയ്യ സീസൺ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ണൂർക്കാരിയാണ് കേട്ടോ. അപ്പോൾ എന്നെ അറിയുന്നവർക്ക് അറിയായിരിക്കും, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ പരിചയമുള്ളവർക്ക് അറിയായിരിക്കും. പക്ഷേ പരിചയമില്ലാത്തവരും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പറയുന്നതാണ്. എൻ്റെ വീട് കണ്ണൂരാണ്. അപ്പോൾ നമ്മുടെ തെയ്യക്കാലം തുടങ്ങിയിട്ടുണ്ട്. കുറേ ആയി, ഡിസംബറിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ടൊക്കെ തെയ്യമായി വരുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ ടൈമൊക്കെയാണ്. അപ്പം എൻ്റെ ഏച്ചിയുടെ വീടുണ്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ തെയ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഇന്ന് പോവുകയാണ് തെയ്യം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുലർച്ചയ്ക്കൊക്കെയാണ് കേട്ടോ തെയ്യം ഉള്ളത്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് എല്ലാവരുമായിട്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. തെയ്യങ്ങളിലൂടെ തന്നെ നമ്മുടെ പുതിയ തുടക്കം ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഈ തെയ്യമൊന്നും കൂടുതൽ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊക്കെ വീഡിയോയിലൂടെയൊക്കെ കാണാൻ വേണ്ടി നല്ല രസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഫസ്റ്റ് തന്നെ എനിക്ക് കുളിക്കണം, കുളിച്ചിട്ട് റെഡിയാവണം. അപ്പോഴത്തേക്കും അമ്മയൊക്കെ വരും, അമ്മയും എല്ലാവരും വരും. എന്നിട്ട് എല്ലാവരും കൂടി റെഡിയായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കുളിച്ച് എല്ലാം റെഡിയായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. പോയിട്ട് ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ വാ. അപ്പോൾ നമ്മളിതാ ഇറങ്ങിയിട്ട് വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റിൽ തന്നെ പോകുന്നത് നമ്മുടെ ഇവിടെ ചൊവ്വയ്ക്ക് തുടങ്ങിയിട്ടുള്ള സെക്യൂർ സെൻറ്ററിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നെക്സ്റ്റ് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വരണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി, കാരണം അത്രയും തിരക്കായിരുന്നു കേട്ടോ. വീക്കെൻഡ് ആയിരുന്നു, ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ബില്ലിംഗ് കൗണ്ടറിലൊക്കെ ഫുള്ളായിരുന്നു. എല്ലാവരും ക്യൂവിന് കുറേ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഇതാണ്ടോ ആപ്പിൾ, ഓറഞ്ചൊക്കെ നല്ല കളർ കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. നമ്മൾ പുറത്ത് ഷോപ്പിലൊക്കെ കാണുന്നതിനേക്കാളും കൂടുതൽ നല്ല കളറൊക്കെ ആയിട്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ പിള്ളേർക്ക് മുകളിൽ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെയും കൂട്ടിയിട്ട് മുകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, മുകളിലത്തെ ഫ്ലോറിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഫുള്ള് ക്രിസ്മസ് ഡെക്കറേഷൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ കുട്ടിപ്പട്ടാളം, ഇച്ചും വേദികയും ഇഷാനി എന്നാട്ടോ അവളെ പേര്. പിന്നെ ഇതാ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അവർക്ക് ഫസ്റ്റ് തന്നെ ഫുഡ് കൊടുത്തു. ഞാനിതാ ചായ ആണ് കേട്ടോ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാണ്ടോ നമ്മുടെ കണ്ണൂർക്കാർക്ക് അറിയാമായിരിക്കും, കുന്നത്തൂർ പാടി പോയാൽ കിട്ടുന്നതാണ്. അവിടെ വീടിൻ്റെ മുന്നിലൊക്കെ തൂക്കിയിടുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കാവിലേക്ക് എത്തിയപ്പോൾ തന്നെ അവിടെ അടിയറ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചം കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഇറങ്ങി. പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ നടന്നിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ DJ ഒക്കെ വെച്ചിട്ട് എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. നമ്മളും കുറച്ച് നേരം കളിച്ചിട്ടുണ്ടായി. പിന്നെ ഭയങ്കര ബീറ്റിൻ്റെ സൗണ്ട് കാരണം ഞങ്ങൾക്ക് എന്തൊക്കെയോ ഇതായിട്ട് ഞങ്ങൾ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് വീഡിയോസൊക്കെ എടുത്തത്. പിന്നെ ഇതേ കുറേ രൂപങ്ങളൊക്കെ കെട്ടിയിട്ട് ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഇതിൻ്റെ സൗണ്ടും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാണാൻ രസമുണ്ടാവുമായിരുന്നു. പക്ഷേ ഞാൻ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് ഞാൻ കുറച്ചിട്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കെട്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ കൃഷ്ണൻ്റെ ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇതാ ചെണ്ടമേള നടക്കുന്നുണ്ടായിരുന്നു. താലപ്പൊലിയൊക്കെ അതിൻ്റെ പിന്നിൽ വരുന്നുണ്ട്. അപ്പോൾ ചെണ്ടമേള നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്ന് അടിയറൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോയി കേട്ടോ. പിന്നെ രാവിലെ പുലർച്ചയ്ക്കാണ് 3:30, 4 മണിയൊക്കെ സമയത്താണ് ഞങ്ങൾ നേരെ കാവിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്.
ഇതാ തെയ്യമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ തന്നെ ബീച്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കാവുന്ന നേരെ നമ്മൾ ബീച്ചിലോട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ ഇതാ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു രാവിലെ തന്നെ ബീച്ചിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ട്. അവിടെ ജോഗിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി. ഇനി ഇവിടെ കുറേ പണിയുണ്ട്. നമ്മൾ ഇന്നലെയൊക്കെ ചേച്ചിയുടെ വീട്ടിലായിരുന്നതുകൊണ്ട് ഇവിടുത്തെ പണിയൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ രാവിലെയാണ് കേട്ടോ, ഉച്ചയാവാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ കുറേ പണിയുണ്ട്. അപ്പോൾ ഇനി ആ പണിയൊക്കെ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. തെയ്യത്തിൻ്റെ വ്ളോഗായിരുന്നു ഇടാൻ വിചാരിച്ചത്. അതുകൊണ്ട് ബീച്ചിലൊക്കെ പോയി അത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളത്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് സൺഡേ ആണ്, എല്ലാവർക്കും ലീവാണ്. അപ്പോൾ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുക, അത്രയേ ഉള്ളൂ. ഉറങ്ങിയിട്ടില്ലായിരുന്നു ഇന്നലെ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയും വീഡിയോസ് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.